ഹലോ ഗൈസ്, ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് 4-4.5 മിനിറ്റ് നീളുന്ന ഒരു അപരാധം കാണിക്കാം. ആ അപരാധം കണ്ടിട്ട് ഞാൻ അപരാധം എന്നാണ് പറഞ്ഞത്, മീൻസ് അതിനിപ്പോൾ എന്തോന്ന് പറയണ ഇത് ജെൻസി പിള്ളേർ കണ്ടുപിടിച്ച വാക്കാണ് അപരാധം. ക്യാ അപരാധ ഹേ ബായ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. എന്നാലും നിങ്ങൾ ആ അപരാധം ഒന്ന് കണ്ടിട്ട് വരുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ നല്ല വെട്ടിപ്പായിട്ടും വ്യക്തമായിട്ടും ശക്തമായിട്ടും സംസാരിക്കാം. അപ്പം 4 മിനിറ്റ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അപരാധത്തിലോട്ട് ആകർഷിക്കുകയാണ് ഗൈസ്. കാണൂ, കണ്ട് നിർവൃതി അടയൂ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, വരുമ്പോ എടുത്തിടും ആറ്റം ബോംബ്, മനസ്സിലായോ? പിന്നെ യൂട്യൂബേഴ്സിനെ അങ്ങ് മൂക്കി വലിക്കും. നിങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ ആക്രമിക്കാനും യൂട്യൂബേഴ്സിനെ മോശം പറയാനും പറ്റുമെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് സംസാരിക്കാം, മനസ്സിലായോ? നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ബിഷപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്കായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷൻ ഒന്നും ഇവിടെ ഇല്ല. ഇയാൾക്ക് പറയാമോ ഞങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണോ താൻ ദേണുസുദ്ധിക്കെതിരെ കേസ് കൊടുത്തത്? ഞങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണോ താൻ ആ വീടിന്റെ കോമ്പൗണ്ട് വാളിന്റെ അവിടെ അതുകൊണ്ടൊന്ന് കെട്ടിവെച്ചത്? ആണോ തങ്കു പലിശയ്ക്ക് കൊടുക്കണത് ഞങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണോ താൻ പറഞ്ഞത്? ആണോ? താൻ പറഞ്ഞ ഓരോ വേർഡും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഓരോന്നും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. വേണോ നാട്ടുകാർക്ക് കേൾക്കണോ? ഇത് ഓരോന്നും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. 5 സെന്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനെ വെച്ചിട്ട് ആ ചെറുക്കന്റെ തലയിൽ കയറാനായിട്ട് നോക്കി, ചെറുക്കൻ പട്ടി തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾക്ക് താല്പര്യമില്ല. ബ്ലോക്ക് ഞാനാ ചെയ്തേ. ശല്യം കാരണം കാരണം പരസ്യം കൊടുക്കാൻ പറ്റും. നമ്മൾ പരസ്യം കൊടുത്തു, നമ്മളടുത്ത് പരസ്യം കൊടുക്കാൻ തന്ന്. പരസ്യമാണോ നിങ്ങൾ ആളുകളോട് സംസാരിച്ചത്? ഡെയിലി ഇത് തന്നെയായിരുന്നു. ഒരു 108 പിന്നെ വീഡിയോ, അവളുടെ വീഡിയോ എടുത്ത് നമുക്ക് ഇട്ടുതരും, എനിക്ക് ഇട്ടുതരും. സോറി, ഞാൻ ഇതിങ്ങനെ നമുക്കെന്തെങ്കിലും ആയി പോകുന്നതാണെങ്കിൽ അത് നീ മറ്റവരെ പറഞ്ഞൊന്നും പറഞ്ഞോണ്ട് വരണ്ട. ഒരു ശരീരം വെച്ച് ജീവിക്കുന്നതാണോടോ മാന്യത? അയാളുണ്ടായി കേസ് കൊടുക്കും. ഇയാൾ ഇവിടെയും കൊടുക്കണം, സുപ്രീം കോടതി കൊണ്ടുപോയി കേസ് കൊടുക്കും. ആർക്കെതിരെ? ഈ വോയിസ് പബ്ലിഷ് ചെയ്ത ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സിനെതിരെ താൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഞാൻ പബ്ലിഷ് ചെയ്യും. അതിനകത്ത് വരുന്ന കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ തയ്യാറാണ്, മനസ്സിലായോ? ഏറ്റവും പബ്ലിഷ് ചെയ്യും. വേണ്ടാന്ന് നോക്കുമ്പോഴത്തേക്ക് തലയിൽ കയറരുത്. ആ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും താങ്കൾ ഞങ്ങളെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ബീവി ഈ പറയുന്ന കുട്ടീനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷബീന ബീവിക്ക് പൂർണ്ണ ബോധ്യപ്പെട്ട കാര്യമാണ്, അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അമ്മയും അച്ഛനും ഇല്ലാതെ നിൽക്കുന്ന ഒരു കുട്ടിയുടെ നേരെ നിങ്ങൾ എല്ലാവരും കൂട്ടത്തോട് ആക്രമണം അഴിച്ചു വിട്ടിട്ട് വടവിറ്റ് ജീവിച്ച ഒരു സ്ത്രീയെ വലിയ മറ്റവളാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നടക്കത്തില്ല. പെരുന്നാളിന് പിള്ളേരോട് ചോറും കറിയും വെച്ച് തിന്നോണ്ടിരിക്കേണ്ട എന്നെ വിളിപ്പിച്ചു വരുത്തിയിട്ട് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞ ആ പോലീസുകാരുടെ വോയിസും എന്റെ കയ്യിലുണ്ട്. യൂട്യൂബേഴ്സിന്റെ തലേ കയറുന്ന 5-10 നക്കാപ്പിച്ച കിട്ടുമ്പോ അത് വാങ്ങിച്ചിട്ട് കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു കുതികാലി വെട്ടാതെ, അതേ എനിക്ക് അനീഷിനോട് പറയാനുള്ളൂ, മനസ്സിലായോ? തെളിവുകളോ രേഖകളോ ഇല്ലാതെ ഏതെങ്കിലും വോയിസ് പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല. കാരണം ആ കുട്ടിക്ക് നേരെ ഭയങ്കര വൾഗറായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചു പറഞ്ഞു ഇദ്ദേഹം. അവൻ മെനക്കെട്ടാൽ ഇങ്ങനെ അടപ്പൂരും, അവൻ മെനക്കെട്ട് തന്നാൽ നിങ്ങളുടെ അടപ്പൂരും. ഈ സർവത്ര ജനങ്ങളും അതിനു വേണ്ടി ഇറങ്ങി നിൽക്കും. ഈ സർവത്ര ജനങ്ങളും വക്കീൽ ഫീസ് കെട്ടിവെക്കും. കോടി രൂപയ്ക്ക് താങ്കളെ കൊണ്ട് ഞാൻ മറുപടി പറയിക്കും, മനസ്സിലായോ? അത് താങ്കൾ എവിടെയെങ്കിലും ഏതെങ്കിലും വസ്തു വിറ്റിട്ട് പൈസ വരട്ടെ എന്ന് വെയിറ്റ് ചെയ്താണോ കാര്യത്തില്ല. കിച്ചു ഇറങ്ങി നിന്ന് എനിക്ക് ഇത്ര പണം വേണം കെട്ടിവെക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് പൈസ കൊടുക്കാൻ. അവരെ കൊണ്ട് ആ കേസ് ഞാൻ എടുപ്പിക്കും. ചുമ്മാ ഇരിക്കുന്ന ചെറുക്കനെ ചൊറിയുന്ന അപ്പൊ അവര് വാട നോക്കിയില്ലിരിക്കുന്നത്. വീട്ടിൽ തീർക്കേണ്ട പ്രശ്നം താങ്കളുടെ കുടുംബാരി അന്വേഷിക്കണോ? താങ്കൾ എന്തിനാണ് രേണുസുധിയുടെ കുടുംബ അന്വേഷിച്ചിട്ട് നടക്കുന്നത്? അത് അന്വേഷിക്കാൻ അവർക്കറിയാം. അവൻ ചെറിയ ചെറുക്കനൊന്നുമല്ലല്ലോ, അവനറിയാം. തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിൽ പോയ തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിൽ പോയി ആരാണ്ട് എന്തിനാ ചെയ്തവൻ? ഒരു വ്യക്തിയെ അധിക്ഷേപം ചെയ്തതിന് ഒരു പരിധിയുണ്ട്, ഒരു അടക്കം വേണം. ഇപ്പൊ ഇതില്ലായിരുന്നല്ലോ, എന്തൊരു മോങ്ങലായിരുന്നു, എന്തൊരു കരച്ചിലായിരുന്നു. അപ്പോഴും അനീഷ അനാവശ്യമായിട്ട് എന്നെ ഒന്നിനും വലിച്ചിടാതിരിക്കാം, മനസ്സിലായോ? എനിക്ക് വേണ്ട കാര്യം ഞാൻ അന്വേഷിക്കും. എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ വീഡിയോ ചെയ്യും. ഈ വിഷയം പബ്ലിക്കിൽ കൊണ്ടുവന്നത് ഞാനാ. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മൂലം അവനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വെരി ബിഗിനിങ് തൂങ്ങേണ്ടത് ഞാനാ. ഞാൻ പറയുന്നു, അവൻ അന്ന് ചെയ്തതിന് അവനെ ഏറ്റുപിടിപ്പിക്കുന്നേ. എന്നിട്ടും ആ പയ്യനെ ഇങ്ങനെയായിട്ട് പിച്ച് ചെയ്യുന്നപ്പം അതിൽ കൂടെ ഒരു വരുമാനം വേണമെന്ന് ചിന്തിക്കുന്ന നിനക്കൊന്നും നാളെയില്ലെന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. ആ കുട്ടി ഇത്രയും വൃത്തികേടിന് കൂട്ടു നിൽക്കുന്നവർ വൃത്തികേട് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ഹലോ ഫ്രണ്ട്സ്, അപരാധങ്ങൾ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ അപരാധം പറഞ്ഞ വായിൽ വേറെന്തോ ഒന്ന് വന്നു, ക്ഷമ അങ്ങോട്ട്, പാല് കുടിച്ച വായല്ലേ കൊച്ചിലെ, അങ്ങനെയൊക്കെ വരും. അപ്പൊ ഈ അപരാധം പറയുന്ന ഈ അപരാധത്തിന്റെ പേര് ഷെഫീന ബീവി എന്ന് സ്വയം പറയും.
ഒരു കഞ്ചാവ് തള്ള എന്ന്, പിന്നെ വിവരവും ബോധമുള്ള യൂട്യൂബേഴ്സൊക്കെ ഫ്രാഡ് തള്ള എന്നും പറയും. അങ്ങനെ നാവായിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ഒരു ഫ്രാഡ് തള്ളച്ചിയായ ഷെഫീന എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത യൂട്യൂബറിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇവരുടെ ജോലി എന്ന് വെച്ചാൽ, ഇവരെ ഞാൻ ഇങ്ങനെയൊക്കെ സംബോധന ചെയ്യാൻ കാരണം, ബാക്കിയുള്ള റിയാക്ഷൻ വ്ളോഗേഴ്സ് എല്ലാം വീഡിയോ ചെയ്യുന്നത് ഒരു വീഡിയോ കാണും, അതെടുത്ത് വെച്ച് പഠിക്കും, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യും, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കും, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ ഷെഫീന ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരെ ഈ വീഡിയോയ്ക്ക് ആസ്പദമായി, പ്രത്യേകിച്ച് കുടുംബ വിഷയങ്ങളാണെങ്കിൽ എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആരാണ് അവരുടെ കൂടെ പോയിട്ട് അവരെ സോപ്പിട്ട് പിടിച്ച്, അവരെ ചാക്കിട്ട് പിടിച്ച്, എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആളിന് കാശില്ലെങ്കിൽ പോകില്ല കേട്ടോ. എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആൾ പാവപ്പെട്ടവൻ, ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ കാശുള്ളവനാണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് പോകും. എവിടെ പൈസ ഉണ്ടോ ആ കൊമ്പിലോട്ട് ഓടി പാഞ്ഞു കയറുന്ന ആളാണ് ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീ. അപ്പോൾ ഇവർ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലെയല്ല, ഭയങ്കര തട്ടിപ്പുകാരിയാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള യൂട്യൂബേഴ്സൊക്കെ കുറച്ചൊക്കെ എത്തിക്സ് വെച്ചിട്ട് വീഡിയോ ചെയ്യും. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എങ്കിലും കുറച്ച് പേരൊക്കെ, സായിയൊക്കെ പോലുള്ള കുറച്ച് പേരൊക്കെ എത്തിക്സ് നോക്കി വീഡിയോ ചെയ്യുന്ന, മൂപ്പൻസ് വ്ളോഗൊക്കെ പോലുള്ള കുറച്ച് പേരൊക്കെ എത്തിക്സ് നോക്കി വീഡിയോ ചെയ്യുന്നവരുണ്ട്. അധികം ആരെയും അങ്ങോട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ നിന്നാലും അധികം ക്രിട്ടിസൈസ് ചെയ്താൽ വലിച്ചു കീറുന്ന തരത്തിൽ ചെയ്യത്തില്ല. അപ്പോൾ ഈ സ്ത്രീ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ആരാൻ്റെ അടുക്കളയിലോട്ട് വലിഞ്ഞു കയറും. ആരാൻ്റെ അടുക്കളയിലോട്ട് വലിഞ്ഞു കയറി അവിടെ നിന്ന് എന്തെങ്കിലും ഞണ്ണി തിന്നിട്ട് ആ അടുക്കളയിൽ നിന്നുകൊണ്ട് അവരുടെ ബെഡ്റൂമിലോട്ട് എത്തി നോക്കും. എന്നിട്ട് സീൻ പിടിച്ചിട്ട് ആ സീൻ എടുത്തുകൊണ്ടിട്ട് കുറച്ച് മസാല പുരട്ടി ഒരു എയൊക്കെ കലർത്തി, എയും ബിയും സെഡും ഒക്കെ കലർത്തി വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ സ്ത്രീയെ ഞാൻ ഫ്രാഡ് യൂട്യൂബർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സ്ത്രീ ഇപ്പം ഈ ഇരുന്ന് സംസാരിക്കുന്നത് രേണു സുധിക്ക് അനുകൂലമായിട്ട് ഇപ്പോൾ വന്ന് സംസാരിച്ച നമ്മുടെ ബിഷപ്പ് നോബിൾ അച്ഛനെതിരെയാണ് ഈ സംസാരിക്കുന്നത് ഈ സ്ത്രീ. അപ്പോൾ ഈ സ്ത്രീ, ഞാൻ ഇവരുടെ ലൈവിലൊരുക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് യൂട്യൂബ് നമുക്ക് കണ്ട അവരതൊക്കെ സജസ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ അച്ഛൻ അവിടെ കയറി, ഈ ബിഷപ്പ് അവിടെ കയറി കമൻറ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഈ ബിഷപ്പിനെ ഭയങ്കര പുകഴ്ത്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്ത് ഷെഫീന, ഇപ്പോൾ ബിഷപ്പ് രേണുവിന് അനുകൂലമായിട്ട് വന്നപ്പോൾ ബിഷപ്പ് വിഷമായ 4 മണിക്കൂർ നീണ്ട കഥാപ്രസംഗം. ഞങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ സംസാരിക്കണ്ട, ഞങ്ങൾ ഞങ്ങളാ ആര്, നീ ഒറ്റയ്ക്ക്, നിന്റെ കൂടെ ആരും ഇല്ല ഷെഫീന, നീ ഒറ്റയ്ക്ക്, ഞങ്ങൾ യൂട്യൂബേഴ്സ്. ഏത് യൂട്യൂബർ, നിന്റെ കൂടെ ആര് നിൽക്കും, നീ ഒറ്റയ്ക്ക് ഈ കിടന്ന്. പിന്നെ ഈ വീഡിയോ ഫുൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാര്യം കട്ട അവരാധമാണ്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുമ്പോൾ ഒരു ഉപയോഗമില്ല. ഇവർ പറയുന്ന മൊത്തം കള്ളത്തരമാണ്. ഇവരെ കൊണ്ടൊരു മാങ്ങാത്തൊലിക്കും പറ്റൂല. ഇവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇവർ കോടതി കയറും, കോടതി കയറിയിട്ട് കോടതിയിൽ അത് ചെയ്യും ഇത് ചെയ്യും, വക്കീലാവും, പോയി വാദിക്കും. കോടതിയുടെ അടിച്ചതിൻ്റെ 7 അയലത്ത് ഇതിനെ കയറ്റൂല. ഒരു നമ്പർ 1 ഹണി ട്രാപ്പ് കേസിലെ പ്രതിയാണ് ഈ സ്ത്രീ. ഇവരുടെ പേരിൽ കേരള ഹൈക്കോടതിയിൽ കേസും ഉണ്ട്. ഞാൻ പറയുന്നത് കള്ളമൊന്നുമല്ല. അതിൻ്റെ തെളിവ് വേണമെങ്കിൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ആ കേസിൻ്റെ ഫയൽ ഞാൻ എൻ്റെ CP ആയിട്ട് വെക്കാം. നിങ്ങൾക്ക് ആർക്ക് വേണോ, കേരള ഹൈക്കോടതി എന്നൊക്കെ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമുണ്ടേ. ഹണി ട്രാപ്പ് കേസിലെ പ്രതിയാണ് ഈ സ്ത്രീ. ഹണി ട്രാപ്പ് നടത്തിയ ഒരു 34 വയസ്സായ പയ്യനെ, 34 വയസ്സായ ഒരു യുവാവിനെ 44 വയസ്സിൽ കല്യാണം കഴിച്ച അത്രയും ക്വാളിറ്റിയുള്ള സ്ത്രീയാണ് ഈ സ്വയം വന്നിരുന്ന് അങ്ങ് വൈറ്റ് വാഷ് അടിക്കുന്നത്. ഈ പൂച്ചയ്ക്കൊരു വിചാരമുണ്ട്, പൂച്ച കണ്ണടച്ച് പാൽ കുടിച്ചാൽ പൂച്ച മാത്രമേ അറിയൂ, ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയില്ല. ഈ പതപ്പ് അല്ലെങ്കിൽ പുറകിൽ തലമണ്ടക്കിട്ട് കിട്ടുമ്പോൾ മാത്രമേ പൂച്ച അറിയൂ. ചുറ്റുമുള്ള എല്ലാവരും എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഇതെന്ന് വെച്ചാൽ വീണാലും 4 കാലിൽ വീണ ജന്തുവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഓഡിയോ സൗണ്ട് മാറ്റിയിട്ടാണ് ഇപ്പോൾ പ്ലേ ചെയ്തത്. പിന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ ഫേസ് ബ്ലറാക്കിയിട്ടുണ്ട്. അതിന് കാരണം ഈ ജന്തുവിനെ എനിക്ക് പേടിയായിട്ടല്ല. എപ്പോൾ മോന്ത വെച്ചാലും ഇവൾ കോപ്പിറൈറ്റ് അടിച്ച് നമ്മളെ അണ്ണാക്കിൽ തരും. 2 കോപ്പിറൈറ്റ് തന്നിട്ട് എൻ്റെ ചാനൽ ഡൗൺ ആക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ യൂട്യൂബിൽ ഈ കോപ്പിറൈറ്റ് എന്നുള്ള കുന്ത്രാണ്ട ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവർ പറയുന്ന ഓരോ വാചകം എടുത്ത് വെച്ചിട്ട് ഞാൻ ഇവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പക്ഷേ ഇവള് ഈ കോപ്പിറൈറ്റ് എന്നുള്ള സംഭവം ഉള്ളത് കൊണ്ട് നമ്മൾ അണ്ണാക്കിൽ കോപ്പിറൈറ്റ് അടിച്ച് വെച്ചിരുന്നു. കാര്യം ഇവളുടെ ഒരു കാര്യങ്ങളും, ഈ സ്ത്രീയുടെ ഒരു കാര്യങ്ങളും പുറത്തു വരാതെ നോക്കാനുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പം തികഞ്ഞ ഒരു കള്ളിയാണ് ഇവർ കള്ളിയായിരുന്നുകൊണ്ടാണ് ബാക്കിയുള്ളവരെ മൊത്തം ഇങ്ങനെ കുറ്റം പറയുന്നത്. ഒരുപാട് തട്ടിപ്പ് കേസ്, മീൻസ് അവിടെ അബ്രോഡിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ഇല്ലാത്തൊരു ഇവർ ഈ വസ്തുവിൻ്റെ കാര്യം പറയുന്നത് കണ്ട, ഇവരില്ലാത്ത വസ്തുവിൻ്റെ പ്രമാണം ഈ നമ്മുടെ മുന്നാധാരം പിന്നാധാരം എന്നൊക്കെ പറയും പോലെ മുന്നാധാരം എങ്ങാണ്ട് എടുത്ത് കാണിച്ചിട്ട് ഏതോ ഒരു വസ്തുവിൻ്റെ പേരിൽ പൈസ തട്ടിപ്പ് നടത്തിയ ഒരു സ്ത്രീയാണ് ഇവർ. ഒരുപാട് ഇപ്പം തന്നെ ഇവർ കിച്ചുവിൻ്റെ വിഷയത്തിൽ കിച്ചു ഇവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, തള്ളേ നീ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ആ ചെറുക്കൻ നിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഓടി. അതുകൊണ്ടാണ് കോൾ എടുക്കാത്തത്. അവന് മനസ്സിലായി നീ തട്ടിപ്പുകാരിയാണെന്ന്. കിച്ചു ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്തിന്, നീ ആര്? കിച്ചുവിൻ്റെ കുഞ്ഞമ്മേ നീ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ? നീ ഉണ്ടാക്കിയ 2 മക്കളെ കാര്യം നോക്കുന്നതല്ലേ, നീ ബാക്കിയുള്ളവരുടെ തോളിൽ കയറാൻ നടക്കുന്ന എന്തിന്? ഞാൻ വിളിച്ചിട്ട് കിച്ചു ഫോൺ, ഇതെന്തിനിങ്ങനെ കിടന്ന് തെറിക്കണത്? ബൗ എന്തിനാ എന്തോ ഇങ്ങനെ കിടന്ന് തെറിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറാണ് ഈ ലേഡി.
ഇവരെ കൊണ്ടൊരു മാങ്ങാത്തൊലിയും പറ്റൂല. ഇപ്പൊ കിച്ചുവിന്റെ പേരും പറഞ്ഞ് ഈ കരയുന്നത് അടുത്തത് പണപ്പിരിവിനുള്ള സമയമായി. ഗ്രൂപ്പുകളിൽ കള്ളം പറഞ്ഞ് പൈസ പിരിക്കുന്നതാണ് ഈ സ്ത്രീയുടെ ജോലി. എനിക്കറിയാവുന്ന വിവരം, ഒരു 100 പേര് കണ്ടാലും ഇവരുടെ വലയിൽ ചെന്ന് വീണു കൊടുക്കാതിരിക്കാൻ ഒരു 100 പേര് എൻ്റെ വീഡിയോ കണ്ടാലും ഞാൻ തരുന്ന ഒരു അവയർനെസ് ആണ്, ഇവർക്ക് 10 പൈസ കൊടുത്താലും സഹായിക്കരുത്. ഇവർ ഈ അലമുറയിട്ട് വിളിക്കുന്നതും ഈ കിടന്ന് ബഹളം വെക്കുന്നതും ഈ ബഹളം മൊത്തം ഇവർ കാണിക്കുന്നതും ഇവർക്ക് പൈസ വേണം, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. കിച്ചുവിനെ വിളിക്കുന്നതും അതിന് വേണ്ടിയിട്ടായിരിക്കും. കിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ ചെറുക്കന് കൊള്ളാം, ആ ചെറുക്കൻ്റെ ഭാവിക്ക് കൊള്ളാം. ഇവരെ തന്നെ ഇനി കിച്ചു ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കൻ്റെ ഭാവിയും ഭൂതവും വർത്തമാനം എല്ലാം കൂടെ ഈ പൂതനെ വലിച്ചു കീറും. അതാണ് ഇവരുടെ സ്വഭാവം. കൂടെ നിൽക്കുമ്പോൾ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും സ്റ്റോറേജ് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അവരുമായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ സങ്കടത്തോടു കൂടി പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്ക് പോലും എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് വിറ്റ് തിന്നുന്ന ഒരു രാക്ഷസ സ്ത്രീയാണ് ഇവരെ അറിയാവുന്ന ആൾക്കാരും അവരുടെ അടുത്ത് നിന്ന് അടിച്ച് പിരിഞ്ഞു പോയിട്ടുള്ള ഒരു മനുഷ്യനും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യില്ല. അത്രയും കിട്ടി അനുഭവിച്ചവരായിരിക്കും. പിന്നെ സ്ത്രീ സംരക്ഷകയാണ്, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ എഗെയിൻസ്റ്റ് നിന്ന് അടിച്ചിട്ടുള്ളത് മൊത്തം സ്ത്രീകളെയാണ്. ജാമിദ ടീച്ചർ മറ്റേ ജസ്ന സലീം, ഷാജിദ ഷാജി, ഇപ്പം ലാസ്റ്റ് ഇവർ അങ്ങേയറ്റം ഏറ്റവും കൂടുതൽ ഇവർ വെർബൽ റേപ്പ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഇവർ ഉപദ്രവിച്ച സ്ത്രീയാണ് രേണുസുതി. പിന്നെ വലിയ മുതുക്കായ സ്ത്രീകളെ മാത്രമല്ല കേട്ടോ ഇവർ ഉപദ്രവിക്കുന്നത്, ഈ കൊച്ചു ഇല്ലുള്ള കുഞ്ഞുങ്ങളെ വരെ, ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളെ വരെ അപവാദം പറയും. ഇപ്പം റിയാലിറ്റി ബൈ ശാരിക എന്ന് പറയുന്ന ചാനലിൽ ശാരിക ചേച്ചിയുടെ മകള് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ ശാരിക ചേച്ചിക്ക് കൂട്ടു നിൽക്കുന്നു. ആ സ്ത്രീ അങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിൽ അവരങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. അവരുടെ ഭർത്താവുമായിട്ട് ഡിവോഴ്സായിട്ട് ജീവിക്കുന്ന ആ സ്ത്രീയുടെ മകള് കൂട്ടിക്കൊടുത്തു. ഇവരിങ്ങനെയാണ്. ഇവർക്ക് മറ്റുള്ളവരെ അടിക്കാൻ വേറെ ഒരു സബ്ജക്റ്റും ഇവർക്ക് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? മക്കളെ പറയുമ്പോൾ ഈ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന മക്കളെ പറയുമ്പോഴാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഈ സ്ത്രീക്കെതിരെ ആരും എഗെയിൻസ്റ്റ് നിൽക്കാതാവും. അങ്ങനെ മക്കളെയും ഫാമിലിയെയും അറ്റാക്ക് ചെയ്ത് മറ്റുള്ളവരുടെ തലയിൽ കയറി നിന്ന് ഫുട്ബോൾ കളിച്ച് മെതിച്ച് മറ്റുള്ളവരുടെ ഫാമിലിയെ വലിച്ചിടുമ്പോൾ മറ്റുള്ളവരെ സൈലന്റ് ആവും. അങ്ങനെ ഫാമിലിയെ ഇൻക്ലൂഡ് ചെയ്യിച്ച് മനുഷ്യനെ സൈലന്റ് ആക്കിയ ഒരു രാക്ഷസിയാണ് ഈ സ്ത്രീ. കിടന്ന് തിളയ്ക്കുന്ന തിളപ്പ് കേട്ട എൻ്റെ പൊന്നു മക്കളെ, ദീപിക പത്രത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 7 അയലത്ത് പോലും ഈ സ്ത്രീ പോയിട്ടുണ്ടായിരിക്കില്ല. ഒരു തെളിവ് ചോദിച്ചാൽ കാണിക്കില്ല. ഓൺലൈൻ ജേർണലിസ്റ്റാന്ന് പറഞ്ഞ് തെളിവ് എവിടെയും ചോദിക്കുമ്പോൾ മുണ്ട് പൊക്കി കാണിക്കും. അതാണ് ശീലം. ഒന്നിനും ഒരു തെളിവ് കാണിക്കില്ല. 4 വിവാഹം കഴിച്ചിട്ടുണ്ട്. നമ്മൾ തെളിവ് ചോദിച്ചാൽ പറയും ഡാഷ് മോളെ, മറ്റവളെ, മറിച്ചവളെ എന്ന് പറയും, മക്കളെ പറയും. ഇതൊക്കെയാണ് ഇവളുടെ തൊഴിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഞാൻ ഇവളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മുതുക്കിയുടെ പ്രായം വെച്ചിട്ട് എൻ്റെ അടുത്ത് ദേഷ്യം തോന്നണമെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങ് ക്ഷമിക്കണം മക്കളെ. കാരണം വേറൊന്നുമല്ല, ഇതിന് എനിക്ക് ബഹുമാനം ചേർത്ത് വിളിക്കാൻ, റെസ്പെക്റ്റ് നമുക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുത്താൽ പോരെ. ഈ കണ്ട അണ്ടനും അടകൂടനും ഒക്കെ റെസ്പെക്റ്റ് കൊടുക്കണമെന്ന് പറയുന്നത് അത്ര നമുക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പം ഈ രാമായണത്തിന് ഇത്ര റെസ്പെക്റ്റ് ഒക്കെ മതി. ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിന് എഗെയിൻസ്റ്റ് പറഞ്ഞ് ബഷീറൊക്കെ പോലുള്ള യൂട്യൂബേഴ്സ് കാറി തുപ്പിയിട്ടിട്ട് ഒരു സാധനമാണിത്. സായിയൊക്കെ ആദ്യകാലത്ത് എഗെയിൻസ്റ്റ് പറഞ്ഞ് പിന്നെ ഇതിൻ്റെ 7 അയലത്ത് തിരിഞ്ഞു നോക്കാതെ കൈസൊക്കെ ചവിട്ടി തുപ്പി എറിഞ്ഞിട്ടൊരു സാധനമാണിത്. കണ്ട കൊച്ചു യൂട്യൂബേഴ്സിൻ്റെ മൊത്തം പെടലിൽ കയറി ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഗ്ലാമികയുടെ തോളിലൊക്കെ കയറാൻ നോക്കി. അങ്ങനെ കണ്ട കൊച്ചു പെമ്പിള്ളേർ, ഏത് കൊച്ചു പെമ്പിള്ളേർ ഭർത്താക്കന്മാരായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാലും ഇവർക്ക് ക്രിമിയേഡിയാണ് ഈ തള്ളക്ക്. പിന്നെ ഇവളെന്നല്ലേ വിളിക്കാൻ പറ്റൂ. ഇപ്പോൾ ഗ്ലാമിക കല്യാണം കഴിച്ച് ആ ചെറുക്കൻ്റെ കൂടെ നല്ലതുപോലെ ഇരിക്കുന്ന കണ്ടപ്പോഴും ഇവർക്ക് ഗുരു അങ്ങോട്ട് പൊട്ടികളായി. പിന്നെ ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനെ പടച്ച് വിട്ടവരെ പറഞ്ഞാൽ മതി. അപ്പം എനിക്കറിയാമെന്നുള്ളൊരു കാര്യം ഷെയർ ചെയ്തു. ഇത് ഹണി ട്രാപ്പ് കാര്യമാണ്, ഒരു കള്ളിയാണത്. ഇതിന് പൈസ പിരിക്കാൻ കിച്ചു ധനസഹായ സമിതി എന്ന് പറഞ്ഞ് ഇതിന് പൈസ പിരിക്കാൻ ആദ്യം തന്നെ കിച്ചുവിനെ കാണാൻ പോയപ്പോൾ ഗൂഗിൾ പേ ഇട്ട് പൈസ പിരിച്ചവളാണ് ഇവർ. ഇനി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിൽ കിച്ചു എന്നെ കോൺടാക്ട് ചെയ്തു, കിച്ചുവിന് പൈസ വേണം, തേങ്ങ വേണം, മാങ്ങ വേണം എന്നും പറഞ്ഞ് രേണുവിൻ്റെ പേരിൽ പിരിക്കാൻ പറ്റില്ല. കാര്യം രേണുവിനെ എഗെയിൻസ്റ്റ് പറഞ്ഞു പോയി. ഇനി കിച്ചുവിൻ്റെ പേര് വെച്ച് തള്ളക്കി കുറച്ച് ഞം അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റിയാലിറ്റി ബൈ ശാരിക എന്ന് പറയുന്ന ശാരിക ചേച്ചി ഇവർക്ക് എതിരായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നാളെ ഞാൻ ശാരിക ചേച്ചിയുടെ വീഡിയോ ആയിട്ട് വരാം. ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ബൈ. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. തെറിയായിരുന്നാലും കമൻറ്റ് ഇടണം. എനിക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ, ഞാൻ മറുപടി തരാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ചാറ്റ്.